ഹലോ മൈ ഫ്രണ്ട്സ്, ലിസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ പോസ്റ്റ് എന്താണെന്നോ, വേപ്പെണ്ണ അതായത് നീം ഓയിൽ കൊണ്ട് നമ്മുടെ മുടിക്കും മുഖത്തിനും ഒക്കെ ഇത് ഉപയോഗിച്ചാലുള്ള ഗുണങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വേപ്പെണ്ണയുടെ കാര്യം പറഞ്ഞിരുന്നേ. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചപ്പോഴാണ് ഇത്രയും ഗുണങ്ങൾ ഇതിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. സാധാരണ നമ്മൾ വേപ്പെണ്ണ എന്ന് പറയുമ്പോൾ കീടനാശിനി അല്ലേ നമ്മൾ ചെടികൾക്കൊക്കെ ഒഴിക്കാൻ, അതല്ല കേട്ടോ. ഫേസിൽ അപ്ലൈ ചെയ്യുന്നതും ഹെയറിൽ അപ്ലൈ ചെയ്യുന്നതും വേറെ, നമുക്ക് വേപ്പെണ്ണ നീം ഓയിൽ വേറെ കിട്ടും കേട്ടോ. മറ്റേ കൃഷിക്ക് ഉപയോഗിക്കുന്നതല്ല ഇത്. അപ്പോൾ ഈ വേപ്പെണ്ണ എന്ന് പറയുമ്പോൾ അതിൻ്റെ കായും തണ്ടും അങ്ങനെ ഇതെല്ലാം ചേർത്ത് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഇച്ചിരി ഭയങ്കര കയ്പ്പാണ്, പക്ഷെ ആ കയ്പ്പിൽ ഒത്തിരി ഫാറ്റി ആസിഡ്സും വൈറ്റമിൻ ഇയും ആൻറ്റി ഓക്സിഡൻസ്, ആൻറ്റി ഫംഗൽ, ആൻറ്റി ബാക്ടീരിയൽ തുടങ്ങി എല്ലാ, കാൽസ്യം തുടങ്ങി എല്ലാം ഈ എണ്ണയിൽ അടങ്ങിയിട്ടുണ്ട്. ധാരാളം ഫാറ്റി ആസിഡ്സ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സൗന്ദര്യ പ്രശ്നങ്ങൾക്ക് നമുക്ക് എടുക്കാവുന്ന ഒരു എണ്ണയാണ് വേപ്പെണ്ണ. അത് നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റേതായ രീതിയിൽ നമ്മൾ ഉപയോഗിച്ചാൽ ഒരു കുഴപ്പമില്ല. പിന്നെ മുടിയുടെ പ്രശ്നങ്ങൾക്കും മുഖത്തുണ്ടാകുന്ന മുഖക്കുരു, അതുപോലെ വാർദ്ധക്യ ലക്ഷണങ്ങളെല്ലാം തടയുന്നതിന് ഇത് നമ്മൾ റെഗുലറായിട്ട് ഉപയോഗിച്ചാൽ പിന്നെ ഗുണം കിട്ടുമെന്നാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചപ്പോൾ മനസ്സിലായത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ വേപ്പെണ്ണ ഒരെണ്ണം ചെയ്യാമെന്ന് വിചാരിച്ച് വന്നത് കേട്ടോ. അപ്പോൾ നീം ഓയിൽ എന്തിനൊക്കെയാണ് നമുക്ക് ഉപയോഗിക്കാമെന്ന് നോക്കാം. അപ്പോൾ മിക്കവാറും എനിക്ക് വരുന്ന കമൻസാണ് പേൻ ശല്യം. കുട്ടികളിൽ തലയിൽ നിറയെ പേനാണ്, എന്താ ചെയ്യേണ്ടത്? അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ വേപ്പെണ്ണയെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞപ്പോൾ വേപ്പെണ്ണ ഉപയോഗിക്കാം നമുക്ക്. കുട്ടികളുടെ തലയിൽ പേനും ഈരും ഒക്കെ പോകുന്ന, കുട്ടികളുടെ അല്ല കേട്ടോ, എല്ലാവരുടെ തലയിലും പേനും ഈരൊക്കെ പോകുന്നതിന് നമുക്ക് വേപ്പെണ്ണ ഉപയോഗിക്കാം കേട്ടോ. ഇത് ആൻറ്റി ബാക്ടീരിയൽ അല്ലേ, അണുനാശിനിയല്ലേ. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ പെട്ടെന്ന് ഈ പേൻ ശല്യം കുറയുന്നതിന് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു ടീസ്പൂൺ ഓയിലിന് നമ്മൾ 1 ടീസ്പൂൺ, അതായത് 1:1 എന്നുള്ള അനുപാതത്തിൽ വെളിച്ചെണ്ണയും വേപ്പെണ്ണയും കൂടെ മിക്സ് ചെയ്ത് വെക്കുക. നമ്മൾ അത് റെഗുലറായിട്ട് നിങ്ങൾ കുട്ടികൾക്ക് കുളിപ്പിക്കുന്ന സമയത്ത് റെഗുലറായിട്ട് സ്കാൾപ്പിലും മുടിയിലെല്ലാം മസാജ് ചെയ്ത് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ കുളിപ്പിക്കണം കേട്ടോ. ഇങ്ങനെ ഒരു ദിവസം 2 ദിവസം കൊണ്ടൊന്നും മാറില്ല കേട്ടോ. 1 മാസം 2 മാസമൊക്കെ പിടിക്കും, കംപ്ലീറ്റ് മാറും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അതോടൊപ്പം തന്നെ മുടി കൊഴിച്ചൽ, മുടി പൊട്ടിപ്പോകൽ, ഇതിനെല്ലാം പരിഹാരമാണ് വേപ്പെണ്ണ കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങളുടെ തലയിൽ പേനൊന്നുമില്ല, അപ്പോൾ പേന് നമ്മളിത് പുരട്ടുമ്പോൾ ഈ മുടി കൊഴിച്ചിലും മുടി പൊട്ടിപ്പോകലിനൊക്കെ അത് ഒരു റെമഡി ആയിട്ട് തീരും. ഇനി നമുക്ക് ഓൾറെഡി പേനൊന്നുമില്ല, പക്ഷേ നന്നായിട്ട് മുടി കൊഴിയുന്നുണ്ട്, മുടി പൊട്ടിപ്പോകുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ വാങ്ങുന്ന മിക്കവാറും ലോഷനിലും ഈ നമ്മൾ ഹെയർ ഓയിലൊക്കെ വാങ്ങിക്കുമ്പോൾ അതിനകത്ത് അടങ്ങിയിട്ടുണ്ട് കേട്ടോ. സോപ്പിലും ക്രീമിലും എല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. നമ്മളത് ഇൻഗ്രീഡിയൻസ് വായിച്ച് നോക്കിയാൽ നമുക്ക് കാണാം നീം ഓയിലിന്ന്. അപ്പോൾ ഇത് മുടി കൊഴിച്ചിൽ മാറുന്നതിനും മുടി പൊട്ടിപ്പോകുന്നതിനും നമ്മൾ 2 തുള്ളി ഓയിൽ എടുക്കുക കേട്ടോ. എന്നിട്ട് 2 സ്പൂൺ പിന്നെ വെളിച്ചെണ്ണയിൽ നമുക്ക് മിക്സ് ചെയ്യുക. ഇനി നിങ്ങളുടെ കയ്യിൽ ഹോഹപ്പ് ഓയിൽ ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. നമുക്ക് ഈ 2 ടീസ്പൂൺ വെളിച്ചെണ്ണയ്ക്ക് പകരം 2 ടീസ്പൂൺ ഹോഹപ്പ് ഓയിൽ ഉപയോഗിക്കാം കേട്ടോ. അത് നമുക്ക് ഇനി നല്ലൊരു മണമൊക്കെ വേണമെങ്കിൽ ലാവൻഡർ ഓയിലോ ടീ ട്രീ ഓയിലോ ഒക്കെ 1 തുള്ളി 2 തുള്ളിയൊക്കെ ഇതിലൊഴിക്കാം. ഓക്കെ. എന്നിട്ട് ഇത് നമ്മൾ സാധാരണ നമ്മൾ കുളിക്കുന്നതിന് മുന്നേ ഇതൊക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് കിടക്കുക, കുളിക്കുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ മുടിയുടെ ഒരുവിധ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കിട്ടും. ഓക്കെ. അടുത്തതായിട്ട് മുഖക്കുരു ഉള്ളവർക്കാണ് കേട്ടോ ഏറ്റവും നല്ല ഒരു റെമഡിയാണിത്. ആൻറ്റി ബാക്ടീരിയലാണ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്, നിറയെ ഫാറ്റി ആസിഡ്സൊക്കെ ഉള്ളതുകൊണ്ട് ഈ മുഖക്കുരു വരുന്ന ബാക്ടീരിയ ഇല്ലാതാക്കുന്നതിന് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഈ സാലിസിലിക് ആസിഡ് ഇതിൽ ഉള്ളതുകൊണ്ട് ഈ മുഖക്കുരു വന്നിട്ട് അത് സംബന്ധിച്ച് ഇങ്ങനെ മുഖം പിന്നെ ചുമന്ന് തടിക്കുക, പസ് വരിക, പാട് വരിക, അങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ അതിനോടനുബന്ധിച്ചുണ്ടല്ലോ. ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ട്. നമ്മളിത് ഉപയോഗിച്ചാൽ മുഖക്കുരു പോകുന്നതോടൊപ്പം അതിൻ്റെ പാടുകളും അതിൻ്റെ വീക്കവും
ചുമന്ന നിറം എല്ലാം പോവും. അതാണ് ഇതിൻ്റെ ഗുണം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ 6 തുള്ളി നീം ഓയിൽ എടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ പിന്നെ കരിയർ ഓയിൽ നിങ്ങളുടെ കയ്യിൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഹൊഹൊപ്പ ഓയിൽ ഉണ്ടെങ്കിൽ നല്ലതാണ്. അതില്ലെങ്കിൽ നിങ്ങൾ വെളിച്ചെണ്ണയിൽ ഇത് മിക്സ് ചെയ്ത് ഉപയോഗിക്കാം, കുഴപ്പമില്ല കേട്ടോ. വെളിച്ചെണ്ണയും ആൻറ്റി ബാക്ടീരിയലാണ്, ആൻറ്റി ഫംഗലാണ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്. അതുകൊണ്ട് വെളിച്ചെണ്ണയിൽ ഒഴിച്ച് ഉപയോഗിക്കുന്നത് കുഴപ്പമില്ല. ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് വാഷ് ചെയ്ത് കളയാം. ആ മുഖക്കുരുവിൻ്റെ ചുറ്റുമുള്ള സ്കിന്നിലൊക്കെ നമുക്കിത് അപ്ലൈ ചെയ്യാം കേട്ടോ. ഇതാണ് മുഖക്കുരുവിന് നമ്മൾ നീം ഓയിൽ ഉപയോഗിക്കേണ്ട വിധം. അടുത്തതായിട്ട് നമുക്ക് മുഖത്ത് ഇതെങ്ങനെ അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് വൈറ്റമിൻ ഇയും കാൽസ്യവും ഫാറ്റി ആസിഡ്സും പിന്നെ ട്രൈഗ്ലിസറൈഡുകളും ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഈ കോളജനെ ബൂസ്റ്റ് ചെയ്യുന്നതിന് ഈ എണ്ണയ്ക്ക് കഴിവുണ്ടെന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ പിന്നെ വാർദ്ധക്യ സംബന്ധമായ വരകളും പാടുകളും അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കെല്ലാം കോളജൻ ബൂസ്റ്റ് ചെയ്യുമ്പോൾ ഇത് നമ്മുടെ സ്കിൻ ടൈറ്റ് ആവുന്നതിനും ഒക്കെ ഗുണം ചെയ്യുമല്ലോ. അപ്പോൾ ആ കൂട്ടത്തിൽ മുഖത്തുണ്ടാവുന്ന വരകളും മറ്റുള്ള പ്രശ്നങ്ങളും ഒക്കെ പോകുന്നതിന് തീർച്ചയായിട്ടും വേപ്പെണ്ണ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? ഒരു 15 ഗ്രാം വേപ്പെണ്ണ നമ്മൾ അളന്നെടുത്ത് ഇതിലേക്ക് 225 ഗ്രാം ഹൊഹൊപ്പ ഓയിലോ വെളിച്ചെണ്ണയോ എന്താ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതൊഴിക്കുക. അതിലേക്ക് നമുക്ക് ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ടീ ട്രീ ഓയിൽ, അതുപോലെ ലെമൺ ഓയിൽ, ലാവൻഡർ ഓയിൽ, ഇങ്ങനെ ഏതെങ്കിലും ഓയിൽ ഉണ്ടെങ്കിൽ ഒരു മണത്തിന് വേണ്ടി ഒരു 4 തുള്ളി ഒഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ അതൊന്നും ഇല്ലെങ്കിൽ വെളിച്ചെണ്ണയിൽ ഇത് മിക്സ് ചെയ്താലും മതി. നമുക്ക് അതിൻ്റെ പിന്നെ റിസൾട്ട് കിട്ടും കേട്ടോ. പിന്നെ ചിലർ പറയും വെളിച്ചെണ്ണ വരട്ടിക്കഴിഞ്ഞാൽ ചിലർക്ക് പ്രശ്നമുണ്ട്. അപ്പോൾ അവർ ഇങ്ങനെ ഏതെങ്കിലും കരിയർ ഓയിൽ നമ്മൾ ഹൊഹൊപ്പ ഓയിലാണ് എപ്പോഴും നല്ലത് കേട്ടോ. നിങ്ങളത് വാങ്ങി വെച്ചിരുന്നാൽ നമുക്കിത് മുഖത്തും അപ്ലൈ ചെയ്യാം. കുളിക്കുന്നതിന് മുന്നേ ഇത് കുറച്ചെടുത്ത് മുഖത്തെല്ലാം അപ്ലൈ ചെയ്ത് കുളിക്കുകയാണെങ്കിൽ അതിൻ്റെ ഗുണം നമുക്ക് തീർച്ചയായിട്ടും കിട്ടും കേട്ടോ. പിന്നെ ഇനി അടുത്തത് എന്താ? മുറിവ്. ഇങ്ങനെ മുറിവ് വരുന്ന സമയത്ത് പിള്ളേർക്കൊക്കെ അവിടെ ഇവിടെയൊക്കെ വീഴുകയും ഓടി ചാടിയൊക്കെ മുറിയുമല്ലോ പിള്ളേർക്ക്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് 1:5 എന്ന അനുപാതത്തിൽ നമുക്കിത് വെളിച്ചെണ്ണയിലോ വാസലിനിലോ എന്തിലെങ്കിലും മിക്സ് ചെയ്ത് വെക്കാം വേപ്പെണ്ണ. ഓക്കെ, എന്നിട്ട് അത് കുട്ടികളിപ്പോൾ അങ്ങനെയുള്ള ഇങ്ങനെ വീണു മുറിഞ്ഞു അവിടെയെല്ലാം ഇങ്ങനെ ചുറ്റും ഇങ്ങനെ ചുമന്ന് തടിച്ച് ഇങ്ങനെയൊക്കെ കിടക്കണ ഒരു അവസ്ഥയുണ്ടല്ലോ. ഇപ്പോൾ പിള്ളേർക്ക് വീഴലൊന്നും ഇല്ല കേട്ടോ, ടി വിയുടെ മുന്നിലാണല്ലോ കുട്ടികൾ. എങ്കിലും അഥവാ വീണാൽ നമ്മുടെ കയ്യിൽ നീം ഓയിൽ നമ്മുടെ കയ്യിൽ ഓൾറെഡി സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നമുക്കിത് മിക്സ് ചെയ്ത് അവരുടെ ആ ഭാഗത്തൊക്കെ ചുറ്റുമൊക്കെ പരട്ടിക്കഴിഞ്ഞാൽ മുറിവിന് ഏറ്റവും നല്ല മരുന്നാണ്. അത് ആൻറ്റി ബാക്ടീരിയലും ആൻറ്റി വൈറലൊക്കെയാണല്ലോ. ആൻറ്റി വൈറൽ, ആൻറ്റി ഫംഗൽ, ആൻറ്റി ഇൻഫ്ലമേറ്ററി ഒക്കെയാണ്. അപ്പോൾ മാത്രമല്ല പിന്നെ സൾഫറുണ്ട്, സാലിസിലിക് ആസിഡുണ്ട്, ബെൻസോയിക് ആസിഡുണ്ട്, ഇതെല്ലാം പിന്നെ ഇതിലടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഏറ്റവും നമുക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ നമ്മുടെ സൗന്ദര്യം സംരക്ഷിക്കുന്നതിന് പറ്റുന്ന ഒന്നാണ് നീം ഓയിൽ കേട്ടോ. ആമസോണിലൊക്കെ വാങ്ങാൻ കിട്ടും. അപ്പോൾ നിങ്ങളിതൊന്ന് യൂസ് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഓണമൊക്കെ ആഘോഷിച്ച് കഴിഞ്ഞല്ലോ അല്ലേ? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയാണല്ലോ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. പിന്നെ എൻ്റെ കാര്യം ഒന്ന് പറഞ്ഞോട്ടെ, സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ എന്നാൽ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.